മേക്കപ്പ് സാധനങ്ങളും കൂടെ മേടിച്ചു തരേണ്ടതാണ്. ഉത്തരവാദിത്തമുണ്ട്. താങ്ക് യു. എല്ലാണെങ്കിലും നോക്കട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോൺ വരെ അതിന്റെ ഉള്ളിലിടാൻ ഒരു ഷീറ്റ് ഉണ്ട്. കൊച്ചിനെ അതിനകത്ത് കിടത്താം. ആരൊക്കെ എനിക്ക് എന്റെ കൊച്ചിനെ കൊണ്ട് പോകുമ്പോ ഇടാൻ വേണ്ടി. പർച്ചേസിംഗ് ആണെന്ന് തോന്നണേ. നമസ്കാരം, കൈപ്പന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. പർച്ചേസിംഗ് ആണ്. ഇതൊരു സർപ്രൈസ് വ്ളോഗ് എന്ന് പറയാം. ഈ പെട്ടിക്ക് എന്താ ഉള്ളിൽ എന്താണെന്നുള്ളത് അഞ്ജുനും അറിയില്ല, ശുങ്കുനും അറിയില്ല. അപ്പം നമ്മുടെ ഫ്യൂച്ചർ മീൻസ് നമ്മുടെ കുഞ്ഞുമണിയൊക്കെ വരുമല്ലേ, അപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തതാണ്. ഞാൻ ഓർഡർ ചെയ്ത് തെമുന്നാണ്. Temu.com. ഇവിടുത്തെ അല്ല, ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് തെമു ആപ്പ്. അതുവഴി കയറി നമുക്ക് ചീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്തതാണ്. എന്താണെന്നുള്ളത് പൊട്ടിച്ച് നോക്കാം അല്ലേ? തണുപ്പാണേ, വൈകിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ചുമട്ട് തൊഴിലാളികളെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സാധനം പൊട്ടിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നോക്കാം. പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. വലിയ പാക്കറ്റ് ആണല്ലോ. ഒത്തിരി ഉണ്ടോന്നേ? എന്താണെന്നുള്ളത് കണ്ടാൽ എന്തുവാന്നേ ഇതിന്റെ ഉള്ളില്? പൊട്ടിച്ചോട്ടോ, ഗസ് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. അതിനകത്ത് കൊച്ചിന് എന്തേലും ആയിരിക്കും, കുഞ്ഞുമണിക്ക് എന്തേലും ഉടുപ്പോ അങ്ങനെ എന്തേലൊക്കെ ആയിരിക്കും. നിനക്ക് ഗസ് ചെയ്യാം അവിടെ ഇതിനകത്ത് എന്തുമായിരിക്കും എന്നുള്ളത്. Things for my baby sister and a 3D pen for me. 3D pen ഒന്നുമല്ല, നോക്കാം. ഓപ്പൺ ചെയ്യാവേ. എന്തിനാ? I just need a drink. ഓ, ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പതുക്കെ ആസ്വദിച്ച് ഓപ്പൺ ചെയ്യാനാണ് കേട്ടോ. നോക്കണേ, തുറന്നു നോക്കണേ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. തെമൂല് വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. തെമൂല് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് സാധനം കിട്ടും. ഫസ്റ്റ് പെട്ടിക്കകത്ത് എന്തുവാണെന്ന് നോക്കട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശുങ്കുനെ പൊട്ടിക്കാണ്. വെയിറ്റ് ചെയ്യേ. Look at all that. Bag. Backpack. Is it from you? അമ്മിക്ക് കുഞ്ഞുമണിക്ക് പോകുമ്പോ ചേഞ്ചിങ് ബാഗ് ആണാ. കൊള്ളാം. അതൊക്കെ തട്ടിക്കളഞ്ഞു. I love basketball. ഇത് വീടിന്റെ അകത്ത് തന്നെ വെച്ച് കളിക്കുന്നതാണല്ലേ. അവള് പുള്ളി ബാസ്കറ്റ് ബോളിന്റെ ആരാധകനാണ്. അപ്പൊ ഞാനൊരു ബാസ്കറ്റ് ബോളിന്റെ എന്നിട്ട് ഡാഡി ഇത് കാണിച്ചത് ഇഷ്ടപ്പെട്ടാ? നിനക്ക് ടോയ്സ് കുറച്ച് നാളായിട്ട് മേടിച്ചു തന്നില്ലേ എന്നുള്ള പരാതിയൊക്കെ തീർന്നേ. I hit my belly with the box. But we can open it. Oh, there's a little thingy over there. ഇത് ശുങ്കുന് ഞാൻ 2-3 ട്രൗസർ മേടിച്ചു വീട്ടിലിടാൻ വേണ്ടി. ഇത് നമ്മുടെ കുഞ്ഞുമണിക്ക്. അത് നമ്മുടെ ഇത് വേറെ. ഇത് വണ്ടിയിൽ മറ്റേ ഇതിനകത്തിരുന്നത്, മറ്റേ ഉരുട്ടി കൊണ്ടുപോകുന്ന എന്റെ പേര് തൊഴി സ്ട്രോളറിനകത്ത് ഇരുന്നത്. Let me just see this. അതൊരു കാർപ്പറ്റ്. ചവിട്ടി. Oh, it's a little puppet for her. ഇത്രയും സാധനം. അത് ഇത് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ബെൽറ്റിനകത്ത്. ഇന്നാള് നീ വണ്ടി പരാതി പറഞ്ഞില്ലായിരുന്നോ? ഇവർ ഉറങ്ങുന്ന സമയത്ത് സീറ്റിനകത്ത് തല ഇങ്ങനെ ചാരി കിടക്കുന്നു. അപ്പൊ ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് തലയ്ക്ക് കഴുത്തിനൊന്നും പ്രശ്നം വരത്തില്ല. ഇല്ല.
നിനക്കുള്ളതാ ഇതെല്ലാം. ഈ പെട്ടിയിൽ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? കുഞ്ഞിനുള്ള സാധനങ്ങളായിരിക്കും. എന്താണല്ലോ എനിക്ക് ഉറപ്പാ. എനിക്കും. നിനക്ക് ഓൾറെഡി തന്നല്ലോ ഡാഡി. ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ലേ. നിന്നെ കുറെ നാളും ആഗ്രഹിച്ച സാധനമാണ് ബാസ്കറ്റ് ബോളിന്റെ. അത് ഡാഡി മേടിച്ചു തന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് ഡാഡി നോക്കട്ടെ. ഇത് വാവയ്ക്കുള്ള സാധനം. നോക്കട്ടെ, പൊട്ടിച്ച് ഞാനാ മോനെ അറിയത്തുള്ളൂ. നോക്കട്ടെ. After we do this, we can unbox the basketball and put it together. ഇതൊരു ചെറിയ ഡ്രസ്സിംഗ് കേസ് ആണ്. ഡ്രസ്സിംഗ് കേസോ? നിനക്ക് മേക്കപ്പ് സാധനം കാണാം. നിനക്ക് കുഞ്ഞുമണിക്കും ലേഡീസിന് നമ്മളൊരു ഡ്രസ്സിംഗ് കിറ്റ് മേടിച്ചു കൊടുത്തു. ഓക്കെ, മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അത് ഇടാനുള്ള സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് ആദ്യമേ. മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല. ഇത് മേടിച്ചു തന്നപ്പോ മേക്കപ്പ് സാധനങ്ങളും കൂടെ മേടിച്ചു തരേണ്ടതാണ്. ഉത്തരവാദിത്തമുണ്ട്. താങ്ക് യു. എല്ലാണെങ്കിലും നോക്കട്ടെ. പ്രതീക്ഷിക്കാത്തൊരു സാധനമാണല്ലോ. അമ്മ എടുക്കാം. വെയിറ്റ്. കുഞ്ഞു കവറിൽ നമ്മള് തെമ്മു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷനാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്താ പറയാ, നമ്മളിത് പടം കണ്ട് ചാടിയൊക്കെ എഴുതി അങ്ങ് ഓർഡർ ചെയ്യും. എപ്പോഴും നമ്മളിത് ചെയ്യേണ്ടത് ഇതിന്റെ റിവ്യൂ നോക്കണം. അതുപോലെ തന്നെ അതിന്റെ സൈസ് നോക്കണം. പ്രോഡക്റ്റിന്റെ സൈസ് വലുതാണോ ചെറുതാണോ മീഡിയം ആണോ സ്മോൾ ആണോ എന്നുള്ളതൊക്കെ നോക്കണം. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ പണി കിട്ടും. അറിയാതെ ഓർഡർ ചെയ്ത് നമ്മൾ കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് ഒരു അടുത്ത പെട്ടി നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ബെൽറ്റോ or seat? No idea. Oh, it's the thing that we put on our belly and Yeah. carry the baby. ഓ, അവന് കണ്ടോളൂ, മനസ്സിലായേ. ആഹാ, ബേബി കാരിയർ. ബേബി കാരിയർ ആരൊക്കെ? എനിക്ക് എന്റെ കൊച്ചിനെ കൊണ്ട് പോകുമ്പോ ഇടാൻ വേണ്ടി. നിന്നെ അതിന്റെ മേളിൽ ഇരുത്താം ഞാൻ. ഇത് വെച്ചിട്ട് നിന്നെ കയറ്റി ഇരുത്താം ഡാഡി. നിനക്ക് ഇടാൻ തരാം. ഓക്കെ, ഭയങ്കര ചിന്തിച്ചാണല്ലോ ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ. Oh, there's one more thing. I think it's for me, baby, or you, or dad. For baby, because we need stuff for baby, no? Look, it's Chinese writing. ചൈന സാധനമാണ്, ചൈന ആപ്പാണ്. പക്ഷെ അവരുടെ കമ്പനി പല കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഡയറക്റ്റ് ആയിട്ട് അവർ സെല് ചെയ്യുന്നതാണ് ഈ ആപ്പ് വഴി. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ച ഈ ഷർട്ടെല്ലാം ഇതുവഴിയല്ലേ മേടിച്ചിരിക്കുന്നത്. പ്രിന്റഡ് ഷർട്ട് മൊത്തം മേടിക്കുന്നത് തെമ്മുമാണ്. എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ ചോദിച്ചു എവിടുന്നാ വാങ്ങിയെന്ന്. ഞാൻ വാങ്ങിയ എല്ലാം തെമ്മുമാണ്. നമുക്ക് ഇവിടുന്ന് അല്ലാതെ മേടിക്കാനൊക്കെ നമ്മളിപ്പം പ്രൈമാർക്കിൽ പോകണമെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഷോപ്പിൽ പോയി മേടിക്കുന്നതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ലാഭമാണ്. നോക്കെന്തോ Lunch box or ഇത് അരി ഇടാൻ വേണ്ടി പിടിച്ചത്. ഇതാണ് മെഡിസിൻ ബോക്സ്. ഓക്കേ, മെഡിസിൻ ബോക്സ് ആണ്. Yes. We need medicine. Okay. Oh, that's so beautiful. It's so cool. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. എവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുത്തോണ്ട് പോവാം. ലാസ്റ്റ് ബോക്സ് ആണ്. Last. Chef Nana, വെയിറ്റ്
What is it? അതൊരു ഡുവേ കവറാണ്. അതിപ്പോ ഇപ്പം കുഞ്ഞൊക്കെ വരുമല്ലേ, അപ്പം എല്ലാം പുതിയതായിക്കോട്ടെ. ഇതെന്താ? അതൊരു സോഫ കവർ. അതെ, അതൊരു ദിവസം നമ്മൾ ഒരു വ്ളോഗിൽ നമുക്ക് അത് ഇട്ട് കാണിക്കാം, നമ്മൾ പുതിയ വീട്ടിൽ ചെല്ലുമ്പോഴേ. എല്ലാം ഗ്രേ ആണല്ലോ. ഇതാണ് നമ്മുടെ ശുങ്കുവിന്റെ ബാസ്കറ്റ് ബോൾ. ഇതാണ് വീട്ടിൽ ഇരുന്ന് തന്നെ കളിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ടവല്. ഇത് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ടവല്. ഷബ്നാൻ്റെ ഇതായിരിക്കുന്നു. ചേഞ്ചിങ് ഇപ്പൊ നമ്മൾ കുഞ്ഞിനെ കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഡയപ്പർ ബാഗ് എന്ന് പറയും. അതെ, ഇത് വേണ്ടി സാധനമാ. എന്താണേലും ഇഷ്ടപ്പെട്ടു. ഓ, അതിന്റെ ചേഞ്ചിങ് ഷീറ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിലിടാൻ ഒരു ഷീറ്റ് ഉണ്ട്. കൊച്ചിനെ അതിനകത്ത് കിടത്താം. ഔട്ട്സൈഡ് ഒക്കെ ആണെങ്കിൽ അവിടെ കിടത്തിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെ. ഇത് എത്ര 15-18 ഉണ്ടാകും കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നമുക്ക് വേണ്ട ഐറ്റം ആണ് ഇത് കേട്ടോ. പുറത്തൊക്കെ പോകുമ്പം കുഞ്ഞുമാവയൊക്കെ കൊണ്ടുപോകുമ്പം കുഞ്ഞുമാവ വേണമെങ്കിൽ ഇവിടെ ഇപ്പോഴൊന്നും അല്ല. ഇത് എനിക്ക് എത്ര മാസം കഴിയുമ്പോഴേ ഇതൊക്കെ കുഞ്ഞിന് 6 മാസം കഴിയണം. ഇതിൽ ഇതൊക്കെ നേരത്തെ ഒന്ന് ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചാൽ ഇഷ്ടപ്പെട്ടു. ഇതും വലിയ വിലയില്ല കേട്ടോ, 18-19 പൗണ്ടാണ് ഇതിനകത്ത്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ മുറുക്കി കെട്ടിട്ട് അവിടെ ഇതിടുക. എന്നിട്ട് വാവ ഇതിനകത്ത് ഇവിടെ കുഞ്ഞിനെ ഇവിടോട്ട് ഇറക്കി വെക്കുന്നു. നീ കുഞ്ഞാണ്, നീ പോത്തല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എന്റെ വയറ് കൊണ്ട് താങ്ങി നിർത്തും. കേട്ടോ, keep my water bottle in here and the baby's bottle. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്ട്രക്ഷൻ നോക്കി നമുക്ക് പഠിക്കാം. ഷോപ്പ് ചെയ്യാനൊക്കെ പറയാലേ. നീ നമ്മളെ കുറിച്ച് എന്തോടെ വിചാരിച്ചേ? ഇത് എനിക്ക് ഈ ആപ്പ് പരിചയപ്പെട്ടത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ. ഫ്രണ്ട്സ് കുറേ പേര് ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. കാരണം ഇതിനകത്ത് ചില സമയങ്ങളിൽ പ്രൊമോ കോഡുകൾ അതുപോലെ തന്നെ ഓഫറൊക്കെ വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ പല ഫ്രണ്ട്സിനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പൗണ്ട് വരെ നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടും. അങ്ങനെയാണ് അവരിങ്ങനെ തുരുതുര അയച്ചുകൊണ്ടിരുന്നത്. ഞാനത് ഡൗൺലോഡ് ചെയ്തില്ലായിരുന്നു. ഒടുവിൽ അഞ്ചു എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി ആരാണ്ട് അഞ്ചുവിനെ പിടിച്ച് ആ ലിങ്ക് അയച്ചു കൊടുത്ത് അഞ്ചു അതിനകത്ത് ജോയിൻ ചെയ്ത്. അപ്പോൾ അവള് ഇങ്ങനെ ഇതിനകത്ത് കളിച്ച് ഇതിനകത്ത് ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ അവള് അങ്ങനെ കളിച്ച് ഈ എൻ്റെ ഇപ്പം ഇത്രയേറെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 പൗണ്ട് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ ഇത്രയേറെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അതിന് ഫിഷിൻ്റെ ഗെയിമുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് മീൻ തീറ്റ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്താൽ കുറച്ച് ബോണസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അന്നേരം പിന്നെ അവള് എനിക്ക് അയച്ചു തന്നു. പിന്നെ ഞാൻ കയറി ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ല. മാർക്കറ്റിലെ അപേക്ഷിച്ച് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചപ്പം ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിന് പ്രൊമോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവര് ഇതെങ്ങനെയാണ് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ഡയറക്റ്റ് ഇത് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഡയറക്റ്റ് ആപ്പ് വഴി സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വിലക്കുറവ്. ക്വാളിറ്റി നല്ലതാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കടകളിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ചൈന ആണെന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ക്വാളിറ്റി ഏതാ പ്രോഡക്റ്റ് ചൈന അല്ലാത്തത് മിക്ക പ്രോഡക്റ്റുകളും ചൈന അല്ലേ.
ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോൺ വരെ ചൈനയാണ് അതിന്റെ മാനുഫാക്ചർ ചില ചില പാർട്സുകൾ. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്ര വിലക്കുറവ്. ക്വാളിറ്റി ഉണ്ട്, പ്രൈസ് അഫോർഡബിൾ ആണ്. നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് നല്ലൊരു ആപ്പാണ് കേട്ടോ. ചേഞ്ചിങ് ബാഗ് നല്ല യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയൊക്കെ കൂടെയാണ് നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തത് കേട്ടോ. സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. പിന്നെ ട്രൗസർ ഒന്ന് തുറന്നു നോക്കണേ, നല്ലതാണോ അപ്പം, ക്വാളിറ്റി ഉണ്ടോ? And the trousers. നല്ലതാട്ടോ, നല്ല കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാ. നല്ല മെറ്റീരിയൽ. കട്ടിയുണ്ടോ? കട്ടിയുണ്ട്, നല്ല സോഫ്റ്റ് ആയി ഇലാസ്റ്റിക് ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് എപ്പോഴും ഈ സൈറ്റില് അല്ലെങ്കിൽ ഏത് സൈറ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ സൈസും റിവ്യൂസും വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് വായിച്ചിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാധനം കിട്ടും. ഫസ്റ്റ് എനിക്ക് അബദ്ധം പറ്റി. ഞാൻ സ്പീക്കർ ഓർഡർ ചെയ്തിട്ട് ആ ഫോട്ടോ കണ്ട് വലുതാന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്ത് ചെറുതായിപ്പോയി. തെമ്മുവിൽ നമുക്ക് കുറേ പ്രൊമോഷൻ ഇത് കിട്ടും, എന്തുവാ ഓഫേഴ്സ് കിട്ടും. ഇങ്ങനെ 100 പൗണ്ടൊക്കെ നമുക്ക് സ്പിന്ന് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് കിട്ടും. 100 പൗണ്ടിനൊക്കെ ഓഫർ കിട്ടും. ഇഷ്ടപ്പെട്ടോ നിനക്ക് ബാസ്കറ്റ് ബോൾ? എങ്ങനെയുണ്ട്? അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.